എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. നാടൻ ചിക്കൻ കറിയാണ്, നാടൻ ചിക്കനാണ്. അപ്പോൾ അതിന് ഒക്കെ വറുത്തരച്ചാണ് വെക്കുന്നത്, പൊടിയിട്ടല്ല. മുളക് ഇടുന്നുണ്ട് ആദ്യം. മുളക്, മല്ലി, കുരുമുളക് ഒക്കെ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോന്നോടെ തുടങ്ങാം. ഒരു കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുളകൊക്കെ നമുക്ക് കൂട്ടും കുറയൊക്കെ ചെയ്യാം. കുരുമുളക് ഇടുന്നുണ്ട്. ഒരു സ്പൂൺ, വലിയ സ്പൂൺ, ഒരു സ്പൂൺ നിറച്ച് കുരുമുളകുണ്ട്. പിന്നെ ഉണക്കമുളകുണ്ട്. മല്ലി 4 സ്പൂൺ മല്ലിയുണ്ട് വലിയ സ്പൂണിൽ. ചെറിയ മല്ലിയാണ്, ഇതാണ് കൂടുതൽ ടേസ്റ്റ്. കൊടുക്കുന്നുണ്ട്. കുരുമുളകിട്ടു, മുളകിട്ടു, മല്ലി ഇട്ടു. ഈ ജീരകം ഇടുന്നുണ്ട്. ചെറിയ സ്പൂണിൽ 1/2 സ്പൂൺ ജീരകം. മല്ലിക നല്ല പൊട്ടി തുടങ്ങും, സൗണ്ട് വരും പൊട്ടുമ്പോൾ. പിന്നെ അതിൻ്റെ മണം വരും. അപ്പോഴാണ് മല്ലിയായി, കുറച്ച് കളറൊക്കെ മാറും. നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇടണു. ഇനി ചൂടാറിയ ശേഷം നല്ല പൊടിച്ചെടുക്കാം. വറുത്ത് കഴിഞ്ഞു. ഇനി പൊടിക്കുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ നല്ല പൊടിക്കെങ്കിൽ പൊടിക്കാം, അരയ്ക്കെങ്കിൽ അരയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുളക്, മല്ലി, കുരുമുളക്, ജീരകം നല്ല വറുത്ത് നല്ല പൊടിച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കൂടെ. സൂപ്പറാ പൊടിച്ചു വന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന്. ചട്ടി വെച്ചിട്ടു, ചൂടായി. എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 1/2 സ്പൂണ് ഉലുവിടാം. 1/2 സ്പൂൺ മതി, തോന വേണ്ട, കഴിക്കുള്ളൂ ഉലുവ. പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയാണ്, ചെറുതാക്കി അരിഞ്ഞതാണ്. ഒരു 2 വലിയ സ്പൂൺ, 2 സ്പൂണുണ്ട്. അതൊക്കെ നമുക്ക് മുളകും മല്ലിയും കൂട്ടും കുറയ്ക്കുക, അതേമാതിരി കുറച്ച് കൂട്ടും കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി ഇട്ട് കൊടുക്കാം. കളർ മാറി. കറിവേപ്പില ഇട്ടെടുക്കാം. കുറച്ച് ഉപ്പിട്ടെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ്, 100 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ഞാൻ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഇട്ട് കൊടുക്കാം. എഴുതി കൊടുക്കാം. ഒന്ന് വഴണ്ടി വരട്ടാനോ. പച്ചമുളകുണ്ട് 2 കൊടുക്കാം. മുളകൊക്കെ വേണമെങ്കിൽ കൂട്ടും കുറയൊക്കെ ചെയ്യാം. നല്ലൊന്ന് വാടി വന്ന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ലേശം കളറിന് വേണ്ടിയിട്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി, വലിയ തക്കാളിയാണ്, 2 ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റിയ ശേഷം കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. പെട്ടെന്നാവണല്ലോ നമുക്ക്. നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. നല്ല മുളക്, മല്ലി, കുരുമുളക്, ജീരകം, അത്രയേ ഉള്ളൂ.
മസാലയൊക്കെ ഏകദേശം വഴണ്ടി വന്നു. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. വറുത്തരച്ച പൊടി ഇട്ട് കൊടുക്കാം. ഇതാ അല്ലാണ്ട് കുറേ നേരം ഇട്ടാൽ വറുത്തതാണ്, കരിഞ്ഞു പോവും. ഇതാണ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി വെള്ളം വാർത്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ മസാലയൊക്കെ ഇട്ട് നല്ല പുരട്ടിയെടുത്തു. ഇനി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കണം. കുറേ സമയം എടുക്കുകയുള്ളൂ, പെട്ടെന്നാവണമല്ലോ. നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കണം. ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിടാം. ഞാൻ കുക്കറിലിട്ടിട്ട് നോക്കാം. കുക്കറിലേക്ക് ഇട്ടു. ഇതാണ് ചിക്കൻ. കുക്കറിലേക്ക് ഇട്ടു. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ വയ്ക്കാം. ചെറിയ കപ്പ് 2 കപ്പ് വെള്ളം ഒഴിച്ച് ചട്ടിയിലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാം. നമുക്ക് കറി വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. കറി കമ്മിയായി വേണമെങ്കിൽ അങ്ങനെയും ആക്കാം. കറി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ 4 വിസിൽ വിട്ടിട്ട് നോക്കിയിട്ട് വീണ്ടും വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് വിസിലടുപ്പിക്കാം. ചെറുത് വേവട്ടെ. നമ്മുടെ ചിക്കൻ റെഡിയായി. നല്ല വെന്തു, പാകത്തിന് വെന്ത് തന്നു. 3 വിസിൽ ഫുള്ള കിട്ടുന്നു. 10 മിനിറ്റ് തുറന്നത്. ചാറൊക്കെ പാകത്തിലുണ്ട്. കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വറുത്തിടാം. കട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വറുത്തിടുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല. നമ്മൾ ചെറിയ കുഞ്ഞിനുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. ചെറിയ ഉള്ളിയാണ്, കുഞ്ഞിനുള്ളി, അത് മാത്രമേ ഇടുന്നുള്ളൂ. അത് പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല. എണ്ണ ചൂടായി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂക്കട്ടെ, വറവാവട്ടെ. കളറൊക്കെ മാറി മൂത്ത് വന്നു. നമുക്ക് ചിക്കൻ കറി കൂട്ടി കൊടുക്കാം. ആക്കാം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.